ഹരിയുടെയും ബബിതയുടെയും വാശിയും വൈരാഗ്യവും ഒക്കെ തീർത്ത് അവർ തിരിച്ച് തൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ തിരിച്ചു പോരാനുണ്ടായ കാരണം ബബിതയ്ക്കുണ്ടായിരുന്നുവെങ്കിലും ബബിത പോന്നത് കാരണം മാത്രമാണ് ഹരി കൂടെ പോന്നത്. അല്ലായിരുന്നെങ്കിൽ അമ്മയുടെ കയ്യിൽ നിന്നും വഴക്ക് കേൾക്കും, അത്രമാത്രം. അല്ലാതെ ബബിത എന്തുകൊണ്ട് പോരുന്നു എന്ന യഥാർത്ഥ കാരണം ആർക്കും അറിയില്ല താനും. അവർ വന്നതിൽ എല്ലാവരേക്കാൾ കൂടുതൽ സന്തോഷവും സ്നേഹവും തോന്നുന്നത് അലീനയ്ക്കാണ്. അവരെ കൊണ്ടുവന്നാക്കി രണ്ടാളും തിരിച്ചു പോയതിന് ശേഷം അലീന രണ്ടാളടുത്തും വന്ന് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ, കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ്. അപ്പോൾ ഇവർ വന്നിരിക്കുന്നത് രാവിലെ തന്നെയാണല്ലോ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിച്ചോ, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബബിത ഒന്നും പറയുന്നില്ല കേട്ടോ. പഴയ പോലെ അലീനയുടെ അടുത്ത് വാശിയും വൈരാഗ്യമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാമർഥ്യമോ ഒന്നും ബബിത കാണിക്കുന്നില്ല. എന്നാൽ രോഹിത്താണെങ്കിൽ പഴയ പോലെ തന്നെയാണ് അലീനയുടെ അടുത്ത് വല്ലാത്തൊരു ദേഷ്യത്തിലാണ്. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഒന്നും വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചോളാം, നീ ഞങ്ങളെ ശല്യപ്പെടുത്താതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക, വരാതിരിക്കുക ഞങ്ങളെ ഏരിയത്തേക്ക്, ദൈവത്തെ ഓർത്ത് എന്നൊക്കെ രോഹിത്ത് ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും അലീന ചെന്ന് പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് എന്നെ ഒരു ചേച്ചിയായി കാണാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എന്നെ ഇവിടെ ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സെർവൻ്റായിട്ട് കണ്ടോളൂ. ഞാൻ എന്തായാലും അമ്മയ്ക്ക് കൊണ്ടുപോകാൻ, അമ്മയ്ക്ക് എന്ന് അലീന പറയുമ്പോഴേക്കും രോഹിത്തിന് ദേഷ്യം വരികയാണ്. ഏതമ്മയ്ക്ക്? നിൻ്റെ ഏതമ്മയ്ക്ക് കൊണ്ടുപോവാൻ? നിനക്ക് അമ്മയില്ലെന്നാണല്ലോ ഞങ്ങൾ അറിഞ്ഞത്. സോറി, ഞാൻ മേഡത്തിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്, നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയുമ്പോൾ ബബിത ഒന്ന് ശാന്തമാവാൻ വേണ്ടി ബബിത പറയുന്നുണ്ട്, അലീന പുറത്തേക്ക് പോയിക്കോളൂ, ഞങ്ങൾക്കൊന്നും വേണ്ട, എന്തെങ്കിലും വേണമെങ്കിൽ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറയുമ്പോൾ അലീന മിണ്ടാതെ പോവുകയാണ്. അപ്പോൾ അതേ സമയത്ത് അലീന തിരിച്ച് നടക്കുമ്പോൾ അലീനയ്ക്ക് തോന്നുന്നുണ്ട്, ബബിതയ്ക്ക് വന്നപ്പോൾ തുടങ്ങി എന്താണെന്ന് അറിയില്ലല്ലോ, വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ, എന്താണാവോ കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അലീന മനസ്സിലാണ് ഇങ്ങനെ സ്വന്തം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണമോളും അച്ഛനും ഒന്നും ഇല്ലല്ലോ അവിടെ. അപ്പോൾ അലീനയോടായി തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുമായിരുന്നു. അപ്പോൾ അതേ സമയത്താണ് വീണ്ടും അലീനയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അപ്പോൾ മനുശങ്കർ ആയിരുന്നു അപ്പുറത്ത്. അപ്പോൾ മനുവിൻ്റെ കോള് അലീന അറ്റൻഡ് ചെയ്യാണ്. അപ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്തായി അലീന, ആങ്ങളെയും അനിയത്തിയും ഒക്കെ വന്നിട്ട് ഇപ്പോൾ എന്ത് പറയുന്നു? പഴയ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ടോ, കാണിക്കുന്നുണ്ടോ? അതോ വന്നതിൻ്റെ ഒരു ഒതുക്കത്തിൽ രണ്ടാളും കൂടി അടങ്ങി ഇരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയുകയാണ് മനുവിൻ്റെ അടുത്ത്, എന്താണെന്നറിയില്ല മനുവേട്ടാ, രണ്ടാൾക്കും വല്ലാത്തൊരു ഹരിക്കല്ല കേട്ടോ, ബബിതയ്ക്കാണ് കൂടുതലും. ഹരി പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ. ഇതേ ബബിത എൻ്റെ അടുത്ത് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല, എന്നാൽ ഒരു ഇഷ്ടവും കാണിക്കുന്നില്ല. പക്ഷെ അവൾക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ നിന്ന് വന്നപ്പോൾ. വല്ലാത്തൊരു മൂകത അവളുടെ മുഖത്ത്. അല്ലാതെ എന്നോടുള്ളൊരു വാശിയും വൈരാഗ്യവും അല്ല ഞാൻ അവളിൽ ഇപ്പോൾ കാണുന്നത്. അവളെന്തോ വല്ലാത്തൊരു ടെൻഷനിലോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൾക്ക് കഴിയുന്നുള്ള പോലെയൊക്കെ എനിക്ക് തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, അതൊക്കെ നിനക്ക് തോന്നുന്നതാണ് അലീന, അവരിപ്പോൾ ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, പിന്നെ ഇവിടെ വന്നപ്പോൾ നിന്നെയൊക്കെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടും ഉണ്ടാവും. കാരണം നിങ്ങളെക്കൊണ്ട് ശല്യമാണെന്നും പറഞ്ഞല്ലേ അവരിവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അപ്പോൾ നീ അതൊന്നും കാര്യമാക്കണ്ട, നീ പഴയ പോലെ തന്നെ അവരോട് പെരുമാറിയാൽ മതി. പിന്നെ അവർക്ക് താല്പര്യമില്ലെങ്കിൽ നീ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനു കോള് കട്ട് ചെയ്യാൻ നേരത്തെ അലീനയോട് പറയുന്നുണ്ട്, ഞാൻ ഉച്ചയാകുമ്പോഴേക്കും അവിടെ എത്തും ട്ടോ അലീനെ, എന്നാൽ നീ വെച്ചോളൂ, നമുക്ക് വന്നിട്ട് കാണാം, സംസാരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ബാലചന്ദ്രനും കൃഷ്ണമോളും വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ വന്ന് കയറുമ്പോൾ തന്നെ ഇവർ വന്നിട്ടുണ്ടെന്ന് അലീന പറയുകയാണ് കേട്ടോ ബാലചന്ദ്രൻ്റെ അടുത്ത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇറങ്ങിപ്പോയവരൊക്കെ നാണില്ലാണ്ട് തിരിച്ച് കയറി വന്നോ എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോളും നിന്നിങ്ങനെ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട അച്ഛാ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ, അവർ തിരിച്ചു വരാനല്ലേ നമ്മൾ ആഗ്രഹിച്ചത്. ആരാഗ്രഹിച്ചു എന്ന്? ഞാനാരും തിരിച്ചു വരാനൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ഒരു റൂമിലിരുന്ന് അച്ഛൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടിയും വന്ന പാടെ കയറി റൂമിലിരിക്കുകയാണ്. ആരെയും ഫേസ് ചെയ്യാൻ വയ്യല്ലോ, പിണങ്ങി പോയിട്ട് തിരിച്ച് വന്നിരിക്കല്ലേ. അപ്പോൾ കൃഷ്ണമോളും അച്ഛനും വന്നതിന് ശേഷം
കൃഷ്ണമോള് നേരെ റൂമിലേക്ക് ചെല്ലാണ്. അപ്പം കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി രണ്ടാളും കൂടി ഇങ്ങ് തിരിച്ചു പോന്നേ? അല്ല, പോയ പോലെ അല്ലല്ലോ. ആ ഒരു സന്തോഷവും ആ ഒരു ഉത്സാഹമൊന്നും ഇപ്പം മുഖത്ത് കാണുന്നില്ലല്ലോ രണ്ടാളുടെയും. കമലാൻ്റെ അടുക്കളപ്പണിയൊക്കെ ഇടിപ്പിച്ചൂലേ എന്ന് ചോദിച്ചിട്ട് കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ബബിതേച്ചിക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ബബിതേച്ചി ആകെപ്പാടെ ഒന്ന് ഉടഞ്ഞു കുരഞ്ഞ് എന്തോ പോലെയായി. ആ ഗ്ലാമറൊക്കെ അങ്ങോട്ട് പോയല്ലോ. എന്തേ ബബിതേച്ചി, അവിടുത്തെ അടുക്കളപ്പണി മുഴുവൻ ബബിതേച്ചി ആയിരുന്നോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോഴും ബബിത ഒന്നും പറയുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ കൃഷ്ണമോളെ വല്ലാതിട്ട് പൊരിച്ചേനേലോ. അപ്പോൾ രോഹിത്തിനൊന്നും മനസ്സിലാവുന്നില്ല ബബിത ഇങ്ങനെ മിണ്ടാതിരിക്കണുണ്ടപ്പോൾ. അപ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, പോടി പോടി പണിയുണ്ടോ നോക്കടി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത്തിനും ഒച്ചെടുക്കാൻ പേടിയുണ്ട്. കാരണം അച്ഛൻ്റെ വായിലിരിക്കണത് മുഴുവൻ കേൾക്കേണ്ടി വരുമല്ലോ. അച്ഛനെ വെല്ലുവിളിച്ച് പോയതല്ലേ രണ്ടാളും. അപ്പോൾ രോഹിത്ത് ചോദിക്കുകയാണ്, നിനക്ക് എന്തിൻ്റെയാ, നീ പോയി ഇവിടുന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോളെ ഇട്ട് ദേഷ്യം പിടിപ്പിക്കാൻ കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ദേ എൻ്റെ അടുത്ത് വാശി പിടിച്ചാലേ ഞാനൊരു സൂത്രം കാണിച്ചു തരട്ടെ. നീ എന്തു സൂത്രം കാണിക്കാനാ എന്നൊക്കെ രോഹിത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം കാണിച്ചു തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ, അച്ഛാ ഒന്നിവിടെ വരെ വന്നേ. ദേ രോഹിത്തേട്ടനെ വീണ്ടും കുറച്ച് സാമർത്ഥ്യം കൂടിയോ എന്നൊരു സംശയം. അപ്പോൾ രോഹിത്ത് പെട്ടെന്ന് ഇങ്ങനെ അവളോട് ഇറങ്ങി പൂടി കൊടുന്നു എന്ന് പറയാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് കൃഷ്ണമോൾ ചിരിച്ചുകൊണ്ട് റൂമിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും. അപ്പോൾ ബാലചന്ദ്രൻ വീണ്ടും റൂമിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ തിരിച്ചു പോരാനുണ്ടായ കാരണം? അതുകൂടി ഒന്ന് പറഞ്ഞേ. എന്തായാലും തന്നിഷ്ടത്തിന് പോകുന്നു, തിരിച്ചു വരുന്നു. അതിലിപ്പോൾ ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എപ്പോൾ വന്നാലും ഇവിടെ സ്വീകരിക്കാനും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് താമസിക്കാനും ഇവിടെ ഞാൻ ആരോടും താമസിക്കേണ്ടെന്ന് നിൽക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടത്തേതായ രീതിക്ക് നിന്ന് പോകാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. അല്ലെങ്കിൽ വീണ്ടും ഞാൻ ആ ഡോർ അവിടെ തുറന്നിട്ടിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോകാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ഒന്നും മിണ്ടുന്നില്ല. ബബിതയും കുമ്പിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, തല പോലും നിവർത്തി നോക്കുന്നില്ല. ബബിതയുടെ മനസ്സ് മുഴുവൻ അവൾ പോരാൻ നേരത്ത് ഹരി പറഞ്ഞ ഒരേ വാക്കുകളാണ്. എൻ്റെ ഫോൺ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, വാട്സപ്പ് ബാക്കപ്പ് എടുത്ത് കഴിഞ്ഞാൽ നിൻ്റെ വീഡിയോസ് എല്ലാം എൻ്റെ പുതിയ ഫോണിലേക്ക് കിട്ടും. നീ വല്ലാണ്ട് ഞെളിഞ്ഞു പോണ്ട, നിൻ്റെ പിന്നാലെ ഞാൻ തന്നെയുണ്ട്. നീ ഇവിടെ പോയിന്ന് വിചാരിച്ച് നീ രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട എന്നെല്ലാം ഇങ്ങനെ ബബിതയുടെ മനസ്സിലിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ബബിത അവനോട് നീ എന്താണെന്ന് വെച്ചാൽ കാണിക്കും, നമുക്ക് അവിടെ വെച്ച് കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നതെങ്കിലും ബബിതയ്ക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ടെൻഷനും വിഷമമൊക്കെ തോന്നുകയാണ്. അവനിനി അത് ബാക്കപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഏതെങ്കിലും സോഷ്യൽ മീഡിയാസിൽ ഇട്ടാൽ പിന്നെ താൻ ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറൊരു നിവൃത്തിയും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചുറ്റുന്നും മറ്റുള്ളവർ പറയുന്നതൊന്നും ബബിത ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ബാലചന്ദ്രൻ ചോദിക്കുന്നത്, ബബിത നിന്നോടും കൂടിയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ പോയിട്ട് ഇവിടെ നിന്ന് ആരും വിളിക്കാതെ തന്നെ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന്. കേട്ട ഭാവമില്ലല്ലോ ആർക്കും. അതിനുള്ള മറുപടി എനിക്ക് തന്നേ എന്ന് പറയുമ്പോൾ രോഹിത് കുറച്ച് സമയം ബബിതയെ തന്നെ നോക്കുന്നുണ്ട്, ബബിത എന്തെങ്കിലും പറയുമെന്ന്. അപ്പോൾ ബബിത ഇങ്ങനെ കുമ്പിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് രോഹിത് തന്നെ പറയുന്നുണ്ട്, അത് അച്ഛാ എന്താന്ന് വെച്ചാലേ അങ്കിള് പറഞ്ഞു ഞങ്ങളിനി ഇവിടെയാണ് നിൽക്കേണ്ടത്. അങ്കിള് സിംഗപ്പൂരിലേക്കും ശിവൻ അങ്കിള് ഖത്തറിലേക്കും പോവുകയാണ്. അപ്പോൾ പിന്നെ അവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. അപ്പം ഞങ്ങളോട് ഞങ്ങളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോരാൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചിരിക്കുകയാണ്. ഓ, നിങ്ങളുടെ അച്ഛൻ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, അങ്ങനെങ്കിലും കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ മൂത്ത മകളാണ്. ഇവളെയും കൂടി അംഗീകരിക്കാൻ കഴിയുന്നവർ മാത്രം ഇവിടെ നിന്നാൽ മതി, എല്ലാത്തവർക്ക് ഇറങ്ങിപ്പോകാം. വീണ്ടും ഞാൻ പറയുകയാണ് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ രണ്ടാളും ഒന്നും മിണ്ടുന്നില്ല. ആ, എന്തെങ്കിലും ആവട്ടെ, വരണോടത്ത് വെച്ച് ഞാൻ കണ്ടോളാം. സാമർത്ഥ്യവും ധിക്കാരവും എടുത്ത് ഇവിടെ നിൽക്കാനാണെങ്കിൽ നിൽക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബബിതയുടെ മനസ്സിൽ ഇങ്ങനെ ബബിതയ്ക്ക് ഇങ്ങനെ തോന്നുകയാണ്, അച്ഛനോട് എന്തെങ്കിലും ഒന്ന് സൂചിപ്പിച്ചാലോ, ഇവനിങ്ങനെ എന്നോട് മോശമായ രീതിയിൽ പെരുമാറിയെന്നെങ്ങാനും
അപ്പോൾ അച്ഛൻ ചെന്ന് അവന് 2 പൊട്ടിച്ചാൽ വലിയ കുഴപ്പമില്ലായിരുന്നു, അവൻ്റെ സാമർത്ഥ്യം ഒന്ന് കുറഞ്ഞേനെ, അച്ഛന് ചെറിയൊരു പേടിയുണ്ട് അവന് എന്നൊക്കെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ അവൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് ബബിതയെ രോഹിത് ഇങ്ങനെ തട്ടുന്നത്. അപ്പോൾ സ്വപ്നത്തിൽ എന്ന പോലെ ബബിത ഇങ്ങനെ ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്താടാ എന്താ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എടി നീ എന്താ അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നീ മിണ്ടാതിരുന്ന് കേട്ടത്? പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? നമ്മളല്ലേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, എന്നിട്ട് നമ്മൾ തന്നെയല്ലേ ഇങ്ങോട്ട് കയറി വന്നത്, നമ്മൾ ആരും ഇവിടേക്ക് വിളിച്ചൊന്നുമില്ലല്ലോ ഇങ്ങോട്ട് തിരിച്ചു വായോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ വേണ്ടി വരും എന്ന് രോഹിത്തിനോട് ബബിത പറയുന്നുണ്ട്. അപ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, എടി നീ കാരണമല്ലേ ഞാൻ തിരിച്ചു വന്നത്, എന്നിട്ടിപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നോ? അറ്റ്ലീസ്റ്റ് എന്നെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചുകൂടെ നിനക്ക് എന്നൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബബിത പറയുന്നുണ്ട്, എൻ്റെ പൊന്നു രോഹിതേട്ടാ ഒന്നും മിണ്ടാതെ ഒന്ന് സ്വൈര്യം തരുമോ, എനിക്ക് തലവേദന എടുക്കുന്നു, ഞാൻ അതെങ്ങനെ മിണ്ടാതിരിക്കുന്നത്. ആ, നിനക്ക് തലവേദന തുടങ്ങിയിട്ടില്ലെങ്കിൽ 2 ദിവസമായിട്ടുണ്ടെന്നേ എനിക്കും മനസ്സിലായി. അപ്പോൾ ബബിതയ്ക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഷോക്ക് പോലെ തോന്നുകയാണ് കേട്ടോ. രോഹിത് എന്തോ ഇങ്ങനെ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, എന്ത് മനസ്സിലായിന്ന്? അല്ല, ഈ തലവേദനയും ഈ മൂകമായ നടപ്പും എല്ലാം മനസ്സിലായിന്ന്. അല്ല, മറ്റവൻ തേച്ചാ നിന്നെ ആ അമ്മല്, അവനെൻ്റെ കയ്യിൽ കിട്ടും എന്നിങ്ങനെ പറയാണ്. ഏട്ടനൊന്ന് പോകുന്നുണ്ടോ? എന്നെ മൊത്തത്തിൽ തലയ്ക്ക് ഒരു സ്വൈര്യമില്ലാണ്ടിരിക്കുക, അതിൻ്റെ കൂട്ടത്തിലാണ് പുതിയ കഥകളായിട്ട് വരണത്. ഒന്ന് പോയേ അവിടെ നിന്ന് എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതേ സമയം അലീന രോഹിത്തിനും ബബിതയ്ക്കുമായിട്ട് ഒരു ജ്യൂസ് റെഡിയാക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾക്കും കൂടി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 3 പേർക്കും ജ്യൂസൊക്കെ പകർത്തി വെച്ചിട്ട് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, അവരൊന്നും കഴിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, ഞാൻ ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല, മോളൊരു കാര്യം ചെയ്യോ, ഇതൊന്നും കൊണ്ടുപോയി അവർക്ക് കൊടുക്കോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെക്കൊണ്ടൊന്നും വയ്യ, പിന്നെ വേണമെന്നുണ്ടെങ്കിലേ ഇവിടെ വന്ന് കുടിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞിട്ട്, ഇതിലെനിക്കുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, ഒരു ഗ്ലാസ് എൻ്റെ കുട്ടിക്കുള്ളതല്ലേ, ആണോ എങ്കിൽ അത് ഞാൻ എടുത്തോളാവേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഒരു ഗ്ലാസ് ജ്യൂസ് കയ്യിലെടുക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ചേച്ചിക്കുട്ടിക്ക് ജ്യൂസ് ഉണ്ടോ? അപ്പോൾ അലീന പറയാണ്, ദേ ഇരിക്കുന്നു, എങ്കിലേ അത് ഞാൻ അരിച്ച് തരാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ ആ ജ്യൂസ് എടുത്ത് അരിച്ചിട്ട് അലീനയ്ക്കും കൂടി വേറൊരു ഗ്ലാസ്സിലേക്ക് പകർത്തുകയാണ്. അപ്പോൾ കൃഷ്ണമോളോട് അലീന വീണ്ടും പറയാണ്, നല്ല മോളല്ലേ, ആ ജ്യൂസ് ഒന്ന് അവർക്ക് കൊണ്ടുപോയി കൊടുക്ക് എന്ന് പറയുമ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ട്, രോഹിത്തേട്ടന് വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കാം, പക്ഷേ ബബിത ചേച്ചിക്ക് ഞാൻ കൊണ്ടുപോയി കൊടുക്കില്ല. കാരണം നമ്മളെ പോലെ തന്നെയല്ലേ ബബിത ചേച്ചിയും. എന്തുകൊണ്ട് അടുക്കളയിൽ വന്നാൽ നമ്മളോടൊന്നും മിണ്ടണമെന്നൊന്നുമില്ലല്ലോ, അടുക്കളയിലേക്കൊക്കെ ഒന്ന് വരണോണ്ടേ ഒരു കുഴപ്പമില്ല കേട്ടാ എന്ന് കൃഷ്ണമോൾ പറഞ്ഞിട്ട് അതിൽ നിന്നൊരു ജ്യൂസ് ഗ്ലാസ് എടുത്ത് രോഹിത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോൾ അലീന തന്നെയാണ് ബബിതയ്ക്കുള്ള ജ്യൂസുമായിട്ട് പോകുന്നത്. അപ്പോൾ ബബിതയെ റൂമിൽ നോക്കുമ്പോൾ കാണുന്നില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് നോക്കുമ്പോഴാണ് മുകളിലുണ്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ അവിടേക്ക് ജ്യൂസ് ഗ്ലാസ് ആയിട്ട് ചെല്ലുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ബബിതയെയാണ് അലീന കാണുന്നത്. അപ്പോൾ അലീനയ്ക്ക് മൊത്തത്തിൽ എന്തോ ഒരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അലീന തന്നെ ബബിതനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചാലേ എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ബബിത, ഇല്ല, എന്തേ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ്, ഇല്ല, എനിക്ക് അങ്ങനെ തോന്നി കണ്ടപ്പോൾ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന കൊണ്ടുവന്ന ജ്യൂസ് ഗ്ലാസ് ബബിതയ്ക്ക് നേരെ നീട്ടുമ്പോൾ ബബിത അതോടെ വെച്ചോട്ടാ എന്ന് മാത്രം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് പറയുന്നത്. ബബിത മറ്റെന്തോ ചിന്തയിലാണ് ബബിതയുടെ മുമ്പിൽ നിൽക്കുന്നത്. ആ പഴയ അലീനയാണെന്നൊന്നും ബബിത ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ ബബിതനോട് വീണ്ടും അലീന ചോദിക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് കൂടി തുറന്ന് പറയണം, നമുക്ക് പരിഹരിക്കാൻ പറ്റാവുന്ന എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പരിഹരിക്കാം, ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, വന്നപ്പോൾ തുടങ്ങി ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയാണല്ലോ, ഞാനത് ശ്രദ്ധിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ബബിതയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. കാരണം എത്രയൊക്കെ ദേഷ്യവും വെറുപ്പും ആണെങ്കിലും തന്നെ ഒരാൾ മനസ്സിലാക്കി സംസാരിക്കുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് സങ്കടം വന്നു. പെട്ടെന്ന് അലീന മുഖം പൊത്തി പിടിച്ച് കരയുന്നത് കണ്ടപ്പോൾ അലീനയ്ക്കും സങ്കടം വന്നു. അപ്പോൾ അലീന ചെന്നിട്ട് ബബിതയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ബബിതയോട് ചോദിക്കുന്നുണ്ട്,
എന്ത് പറ്റി, എന്താ എന്താ ഉണ്ടായേ, അവിടെ നിന്ന് കമലാൻറ്റി വഴക്ക് പറഞ്ഞിട്ടാണോ നിങ്ങൾ പോകുന്നത്? ഞാൻ വന്നപ്പോൾ തുടങ്ങി ബബിതയെ ശ്രദ്ധിക്കുന്നത് കൊണ്ട് ഞാൻ ചോദിച്ചു പോകുന്നതാണ്, എന്താ ഉണ്ടായേ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, ഞാനിവിടെ ഇരുന്നോട്ടെ, ഒന്ന് എന്നെ ഒറ്റയ്ക്ക് വിട്ട് തരണം പ്ലീസ് എന്നൊക്കെ പറയാണ്. അപ്പോൾ ബബിത അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ അലീനയ്ക്ക് ഞാനായിട്ട് ഇനി ഒരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ, ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി താഴേക്ക് തന്നെ പോരുകയാണ്. അപ്പോൾ ഈ സമയത്താണ് കേട്ടോ പുറത്ത് മനു വരുന്നതേ. അപ്പോൾ മനു വരുമ്പോൾ മനുവിനോട് അലീന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബബിത വല്ലാത്ത എന്തോ ഒരവസ്ഥയിലാണ് മനുവേട്ടാ, ഞാൻ ചെന്ന് സംസാരിച്ചപ്പോഴേ അവൾ പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിക്കരഞ്ഞു, മുഖമൊക്കെ പൊത്തിപ്പിടിച്ചിട്ടാണ് അവൾ കരഞ്ഞ്. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, എന്നോട് വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിച്ചേ മനുവേട്ടാ, അതാ എനിക്കിപ്പോൾ ടെൻഷൻ. അപ്പോൾ മനു ചിരിച്ചിട്ട് ചോദിച്ചു, അത് ശരി, അതാണോ നിൻ്റെ ടെൻഷൻ? അവൾ നിന്നോട് നല്ലോണം പെരുമാറിയതോ? എൻ്റെ അലീനെ എന്ന് പറയുമ്പോൾ, മനുവേട്ടാ തമാശയല്ല, അലീനെ ബബിതേ അങ്ങനെയൊന്നുമല്ല, അതുകൊണ്ടാ, പ്ലീസ് മനുവേട്ടാ ഒന്ന് പോയി സംസാരിക്കുമോ അവളടുത്ത്? അപ്പോൾ മനു പറയുന്നുണ്ട്, എടീ നിൻ്റെ ഒരു കാര്യം, നീ നിൻ്റെ കാര്യമെങ്കിലും ഒന്ന് കുറച്ച് നോക്കണ്ട അലീന. അപ്പോൾ പ്ലീസ് മനുവേട്ടാ ഞാൻ പറയുന്നതല്ലേ പ്ലീസ് എന്ന് പറയുമ്പോൾ, ശരി 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 ഞാനൊന്ന് പോയി നോക്കട്ടെ എന്താ അവളെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ, മുകളിൽ ചെല്ലുമ്പോൾ അതേ നിൽപ്പ് തന്നെ നിൽക്കുകയാണ് ബബിത. എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മനു വന്ന് ഡോറിൽ മുട്ടുകയാണ്. അപ്പോൾ ഡോർ ഓപ്പൺ തന്നെ ആയിരുന്നു എങ്കിലും മനു മാനേഴ്സ് എന്ന പ്രകാരം മനു ഡോറിൽ മുട്ടുന്നുണ്ട്. അപ്പോൾ ബബിത എത്തിച്ച് ഇങ്ങനെ നോക്കുമ്പോൾ മനുവേട്ടനാണെന്ന് കാണുമ്പോൾ ബബിതയ്ക്ക് പെട്ടെന്ന് ടെൻഷൻ ആവാണ്. ഇനി അവിടെ ആരെങ്കിലും പറഞ്ഞിട്ട് തന്നോട് ആ ഫോട്ടോയുടെ കാര്യം ചോദിക്കാനായിരിക്കുമോ മനുവേട്ടൻ വന്നത്? അപ്പോൾ ബബിത പറയുന്നുണ്ട്, ആ മനുവേട്ടനായിരുന്നോ, വാ മനുവേട്ട അകത്തേക്ക് വന്നോളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ മനു വന്നിട്ട് ബബിതയോട് ചോദിക്കുന്നുണ്ട്, അല്ല മോളെ, നിങ്ങളല്ലേ ഇന്നലെ അച്ഛൻ നിങ്ങളോട് തിരിച്ചു പോ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പോവില്ലെന്ന് വല്ലാത്തൊരു വാശിയിലായിരുന്നല്ലോ, പിന്നെന്തു പറ്റി ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട്? അച്ഛനങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണോ, നിങ്ങളങ്ങനെ വഴക്കിട്ട് പോകുന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനായിട്ടാണ് വഴക്കിടുന്നത്, അതും അങ്കിളിൻ്റെ അടുത്ത്, അങ്കിള് തന്നെയല്ലേ ഞങ്ങളെ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവന്നാക്കിയതും ഒക്കെ, പിന്നെ എനിക്കെന്ത് വഴക്ക്, എനിക്കങ്ങനെ വഴക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബബിതയ്ക്ക് മനസ്സിൽ തോന്നുകയാണ്, ഹരിയുടെ കയ്യിൽ ഫോണിലുള്ള ആ സംഭവം മനുവേട്ടൻ കാണാനിടയായാൽ അത് വലിയൊരു പ്രശ്നമായി മാറും. അപ്പോൾ എന്നിരുന്നാലും ഇത് മനുവേട്ടൻ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഹരി തന്നെ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരേന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവനിൽ വഴങ്ങി കൊടുക്കാൻ പറയുന്ന കാര്യം മാത്രം മനുവേട്ടൻ്റെ അടുത്ത് പറയാം. അപ്പം മനുവേട്ടൻ അവനോട് ചോദിക്കുമ്പോൾ അവനത് കാണിക്കുകയാണെങ്കിൽ മനുവേട്ടൻ അത് കയ്യോടുകൂടി നശിപ്പിക്കുമല്ലോ, പിന്നെ വേറെ ആരും അറിയില്ല, അറിഞ്ഞാലും ഇനി മനുവേട്ടൻ മാത്രമല്ലേ എന്നൊക്കെ ഇങ്ങനെ ആ നിമിഷത്തിൽ തോന്നാണ്. മനുവും ബബിതയും മാത്രമുള്ള റൂമാണ്. അപ്പോൾ ബബിത വേഗം ചെന്ന് ആ റൂം അടച്ച് കുറ്റിയിടുകയാണ്. അപ്പോൾ റൂം അടച്ച് കുറ്റിയിടുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, എന്താ ബബിത പ്രശ്നം, എന്താടി? അപ്പോൾ ബബിത പറയാണ്, മനുവേട്ടാ എനിക്ക് മനുവേട്ടനോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, പക്ഷേ മനുവേട്ടൻ ഇത് വേറെ ആരുടെടുത്തും പറയരുത്, എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയാണ്, എന്താ നിനക്ക് എന്താ? അപ്പോൾ അവളിങ്ങനെ കരഞ്ഞ് വല്ലാത്ത വിഷമത്തോടു കൂടി അവൾ പറയാണ്, മനുവേട്ട എന്നോട് ഹരി വളരെ മോശമായ രീതിയിൽ പെരുമാറി, എനിക്ക് മനുവേട്ടനോട് പറയാൻ വിഷമമുണ്ട്, പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പറയാണ്, അവൻ എന്നോട് ഹരിയേട്ടൻ എന്നോട് ഹരിയേട്ടനിൽ വഴങ്ങി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനുവിന് വല്ലാത്ത വിഷമം തോന്നാണ് കേട്ടോ. കാരണം ഇവൻ എന്തൊരു മോശം പ്രവർത്തികളാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. സ്വന്തം പെങ്ങളോട് പോലും അവൻ അലീനയെ പിന്നെ അറിയാതെയാണെന്ന് വിചാരിക്കാം, പക്ഷേ ഇത് അവൻ്റെ ആൻറ്റിയുടെ മോളല്ലേ, അതുപോലും അവൻ ചിന്തിക്കുന്നില്ല. അവൾ എന്തെങ്കിലും തെറ്റ് കാണിച്ച് വഴി പഴച്ചു പോയാൽ തിരുത്തേണ്ട അവനാണ് അവളെ ഒരു തെറ്റിലേക്ക് വലിച്ചിടാൻ നോക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് മനുവിന് ഭയങ്കര വിഷമം തോന്നുകയാണ്. അപ്പോൾ മനുവിനോട് പറയുന്നുണ്ട്, മനുവേട്ട ഇത് വേറെ ആരും അറിയരുത്,
അവൻ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുകയെന്ന് എനിക്ക് പോലും അറിയില്ല. അപ്പോൾ എനിക്ക് പേടിയായിട്ടാണ് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് വയ്യ മനുവേട്ടാ, എനിക്ക് സപ്പോർട്ടിന് അമ്മ പോലും ഇല്ല ഇപ്പോൾ. എനിക്ക് മനുവേട്ടനോട് മാത്രമേ ഇത് പറയാൻ തോന്നുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മനുവിന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അപ്പോൾ മനു പെട്ടെന്ന് ഇങ്ങനെ ബബിതയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്, പോട്ടെ മോളെ, ചേട്ടൻ ശരിയാക്കിക്കോളാം കേട്ടോ, മോള് പേടിക്കണ്ട, ടെൻഷൻ ആവണ്ട, അവനിതൊന്നും ആരോടും പറയാൻ പോകുന്നില്ല, എന്തായാലും അവന് തന്നെയല്ലേ നാണക്കേട്, മോളായിട്ട് ഇനി ആരോടും പറയണ്ട, ഏട്ടൻ അവനെ ശരിയാക്കിക്കോളാം, അവനിനി ഇങ്ങനെ ഒരു മോശം കാര്യം പറഞ്ഞ് നിൻ്റെ പിന്നാലെ വരില്ല. എന്നാൽ ഇവർ വാതിൽ അടച്ചിട്ടാണല്ലോ സംസാരിച്ചിരുന്നത്. അപ്പോൾ മനു അകത്ത് ഉണ്ടെന്നും ബബിതയും മനുവും തമ്മിൽ എന്തോ സംസാരിക്കുന്നുണ്ടെന്നും ആ റൂമിൻ്റെ പുറത്തു കൂടെ തൻ്റെ റൂമിലേക്ക് പോയ ബാലചന്ദ്രൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലചന്ദ്രന് വല്ലാത്തൊരു വിഷമം തോന്നുകയാണ്. കാരണം തൻ്റെ 2 മക്കളോടും അവൻ ഇതുപോലെ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്തിട്ട് തനിക്ക് ഇനിയും പ്രതികരിക്കാൻ കഴിയില്ലെങ്കിൽ താൻ എന്തച്ഛനാണ് എന്ന് തോന്നിപ്പോവുകയാണ്. അപ്പോൾ ഇതൊരു കേസുമ്മലായിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ഗുലുമാലാവും. തൻ്റെ 2 മക്കളും നാണം കെടുകയുള്ളൂ. മീഡിയയുടെ മുന്നിലൊക്കെ എടുത്തിടും പോലീസുകാർ. അപ്പോൾ അത് വേണ്ട, തനിക്ക് തന്നെ അറിയാം എന്ത് വേണമെന്ന് എന്നാലോചിച്ച് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവരോട് ആരോടും പറയാതെ തന്നെ ബാലചന്ദ്രൻ പെട്ടെന്ന് കാറെടുത്ത് വേഗം പോവുകയാണ് കേട്ടോ. കൊല്ലപ്പള്ളിക്കായിട്ട് തിരിച്ച ബാലചന്ദ്രൻ പെട്ടെന്ന് തന്നെ അവിടെ എത്തുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ശിവനും രാജീവനും സിറ്റ് ഔട്ടിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. അപ്പോൾ ബാലചന്ദ്രനെ കാണുമ്പോൾ തന്നെ അവർ രണ്ടാളും എഴുന്നേറ്റ് വന്നിട്ട്, ഇപ്പോൾ എല്ലാവരും വളരെ സ്നേഹത്തിലാണല്ലോ, പിന്നെയും ബാലചന്ദ്രൻ തന്നെയാണ് കേട്ടോ തന്നെ ചതിച്ചവരോട് അധികം സംസാരിക്കാൻ താല്പര്യമില്ല എന്ന രീതിയിൽ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പെട്ടെന്ന് ഇങ്ങനെ കയറി ചെല്ലുമ്പോൾ രാജീവനും ശിവനും എഴുന്നേറ്റ് ഇങ്ങനെ വരികയാണ്. എന്താ ബാലചന്ദ്ര, ഞങ്ങളവിടെ വന്നപ്പോൾ തന്നെ കണ്ടില്ല, അപ്പോൾ അവരെ രണ്ടാളെ അവിടെ ആക്കി ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു, ഞങ്ങളെ 2 ദിവസത്തിനകം രണ്ടാളും പോകും. അപ്പോൾ ബാലചന്ദ്രനെ വിളിച്ച് യാത്ര പറയാനൊക്കെ ഇരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ യാത്രയപ്പ് കേൾക്കാനൊന്നുമല്ല ഞാനിപ്പോൾ വന്നത്. അപ്പോൾ ബാലചന്ദ്രൻ വളരെ ചൂടിലാണ് ഇപ്പോഴും. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, എന്താ ബാലചന്ദ്ര, താൻ ഇപ്പോഴും എന്നോട് വൈരാഗ്യത്തിൽ തന്നെയാണോ, അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തോട് വൈരാഗ്യത്തിൽ തന്നെയാണോ ഇപ്പോഴും താൻ നിൽക്കുന്നത് എന്ന് രാജീവൻ ചോദിക്കുമ്പോൾ ബാലചന്ദ്ര പറയുന്നുണ്ട്, ഒരിക്കലും നിങ്ങളും നിങ്ങളുടെ പെങ്ങളും നിങ്ങളുടെ കുടുംബവും എന്നെ ചതിച്ചു. അതേ ചതി വീണ്ടും ആവർത്തിക്കാൻ ഈ ബാലചന്ദ്രൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് സമ്മതിച്ചു തരില്ല എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അകത്തേക്ക് ഓടിക്കയറാണ്. അപ്പോൾ ഓടിക്കയറി സ്റ്റെപ്പ് കയറി ബാലചന്ദ്രൻ വയ്യായകളോ ബാലചന്ദ്രന് വന്നുപോയ ബൈപ്പാസ് സർജറിയെക്കുറിച്ചൊന്നും ബാലചന്ദ്രൻ ചിന്തിക്കുന്നില്ല കേട്ടോ. ബാലചന്ദ്രൻ ആകെ ടെൻഷനും ദേഷ്യവും ഒക്കെ സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ 2 മക്കളോടാണ് അവൻ ഇതേപോലെ ഒരു നാണം കെട്ട പ്രവൃത്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ ഓടി ഹരിയുടെ റൂമിലേക്ക് കയറുകയാണ്. അപ്പോൾ കറക്റ്റ് ആ റൂമിൽ അവൻ കിടന്ന് ഫോണിൽ ഏതോ ഒരു പെണ്ണിനോട് ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. നീ എപ്പോഴാണ് വരിക, നമുക്ക് എപ്പോഴാണ് ഇനി മൂന്നാറിൽ പോകേണ്ടത്, നീ എന്താ ഞാൻ വിളിച്ചിട്ട് വരാത്തത്, മൂന്നാറിലേ ഞാനൊരു അടിപൊളി റിസോർട്ടൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നിൻ്റെ ഒരു സമ്മതം കിട്ടിയാൽ മാത്രം മതി, നമുക്ക് ഉടനെ തന്നെ പോകാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് തൻ്റെ റൂമിൻ്റെ ഡോറ് തള്ളി തുറന്നുകൊണ്ട് ബാലചന്ദ്രൻ വരുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ അലറി വിളിക്കുന്നുണ്ട്, ഏട്ടാ എന്ന് വിളിച്ചിട്ട് ബാലചന്ദ്രൻ, നീ എൻ്റെ മക്കളെ ജീവിക്കാൻ അനുവദിക്കില്ലാലേ എന്ന് ചോദിച്ചത് കൂടി ഹരിക്ക് കാര്യം മനസ്സിലാവാണ് കേട്ടോ. ഹരിക്ക് മനസ്സിലായി ബബിത എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഹരി പെട്ടെന്ന് ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്, അങ്കിളെ ഞാൻ പറയുന്നത് കേൾക്ക് എന്ന് പറയുമ്പോഴേക്കും ആദ്യത്തെ ഇടി അവൻ്റെ മുഖത്ത് തന്നെ കിട്ടിക്കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നൊക്കെ ഒരു ഇടി കിട്ടിയാൽ പിന്നെ പറയാനുണ്ടോ ഹരിയെപ്പോലെ ഒരാൾക്ക്. ഹരിക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും മുകളിൽ അടി നടക്കുന്നുണ്ടെന്ന് മനസ്സിലായ ശിവനും രാജീവനും കൂടി മുഖത്തോട് മുഖം നോക്കുകയാണ്. ബാലചന്ദ്രൻ എന്തിനാ മുകളിൽ കോടി കയറിയത്, എന്തിനാ അവനെ തല്ലുന്നത് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ രണ്ടാളും കൂടി മുകളിൽ കോടി കയറുകയാണ്. അപ്പോൾ ഓടി കയറുമ്പോഴേക്കും ബാലചന്ദ്രൻ അവനെ അവിടെയും ഇവിടെയൊക്കെ ഇടിച്ച് താഴ്ത്തിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ നിമിഷം വരെ ഹരിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റിയിട്ടില്ല. ബബിതയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള മിസ്റ്റേക്ക് ഹരിക്ക് തുറന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഹരിയുടെ മിസ്റ്റേക്ക് മാത്രമാണ് ബാലചന്ദ്രൻ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ രാജീവനും ശിവനും കൂടി ഓടി വന്ന് ബാലചന്ദ്രനെ പിടിച്ച് മാറ്റുന്നുണ്ട്.
ബാലചന്ദ്ര, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? അവൻ എന്താണ് ഇങ്ങനെ ഇട്ട് തല്ലിക്കൂട്ടുന്നത്? അവൻ ആകെ അവശതയായി. അപ്പം ശിവൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ബാലചന്ദ്ര, അവൻ എൻ്റെ മകനാണ്. നീ എൻ്റെ മുമ്പിലിട്ടാണ് എൻ്റെ മകൻ ഇങ്ങനെ ചവിട്ടിക്കൂട്ടുന്നത്. അതിനൊരു കാരണം ഉണ്ടെങ്കിൽ നീ ആ കാരണം എന്നോട് പറയണം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ നന്നായിട്ട് വളർത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വഴി കൂടെ പോണവരും കുടുംബക്കാരും ഒക്കെ കയറി വന്ന് ഇവനെ ചവിട്ടിക്കൂട്ടിയെന്ന് മാത്രമല്ല, ഇവനെ വെട്ടിക്കൊന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയി കുഴിച്ചു മൂടും. അപ്പോൾ പോലും നിങ്ങളിതൊന്നും അറിയാൻ പോകുന്നില്ല എന്ന് പറയുമ്പോഴേക്കും കമല ഓടി വരുന്നുണ്ട്. എൻ്റെ മോൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തിരിക്കുന്നത്? എൻ്റെ മോൻ എന്ത് ചെയ്തു എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേ? അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലേന്ന്. അവൻ ചെയ്തു പോയ തെറ്റാണ് ഒരിക്കലും എൻ്റെ മോള് അലീന അനുഭവിച്ചു കൂട്ടിയത്. അപ്പോൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് കേട്ടോ കമല. എന്തേ, ഒന്നും പറയാനില്ലേ നിങ്ങൾക്ക്? നിങ്ങളൊരു സ്ത്രീയാണോ? നിങ്ങളൊരമ്മയാണോ? നിങ്ങൾ ഇങ്ങനെയാണോ നിങ്ങളുടെ മോനെ വളർത്തേണ്ടത്? അപ്പോൾ രാജീവൻ വളരെ കൂളായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, ബാലചന്ദ്ര എന്താണ് ഉണ്ടായതെന്നൊന്ന് പറയുമോ പ്ലീസ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് രോഹിത്തും ബബിതയ്ക്കും പെട്ടെന്ന് ഇങ്ങനെ വീട്ടിലേക്ക് പോകണമെന്ന് പറയാൻ കാരണം എന്ന് നിങ്ങൾ അവരോട് ചോദിച്ചോ എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഞങ്ങളാണ് പറഞ്ഞത് നിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം, ബാലചന്ദ്രൻ നിങ്ങളുടെ അച്ഛനാണ് നിങ്ങളെ നോക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ അവർ പോവാൻ തയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ രാജീവൻ ഒരു നിമിഷം ഒന്ന് പതറുന്നുണ്ട്. എന്നിട്ട് രാജീവൻ പറയുന്നുണ്ട്, അവരപ്പോൾ പോവില്ല എന്ന് പറഞ്ഞു, പക്ഷേ പിന്നീട് അവർക്ക് ആലോചിച്ചപ്പോൾ തോന്നിക്കാണും അതാണല്ലോ നല്ലത്, അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അവർ പിറ്റേ ദിവസം രാവിലെ വന്ന് പറഞ്ഞു അവർക്ക് അച്ഛൻ്റെ അടുത്ത് പോകണം, അങ്കിൾ കൊണ്ടുപോയി ആക്കി തരണം എന്നവർ പറഞ്ഞു. എങ്കിലേ നിങ്ങൾ ഇതുകൂടി നല്ല പോലെ കേട്ടോ, ഇവനെ ഈ നിൽക്കുന്ന നാറി ഇവൻ എൻ്റെ മോളോട് അനാവശ്യമായി പെരുമാറിയത് കൊണ്ടും സംസാരിച്ചത് കൊണ്ടും അവള് ജീവനിൽ കൊതിയുള്ളത് കൊണ്ടും മാനം ഭയക്കുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടും മാത്രമാണ് അവൾ ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് വന്നത്. ബാലചന്ദ്രൻ ഇതൊക്കെ പറയുമ്പോഴും ഹരിക്ക് തിരുത്തി പറയണമെന്നുണ്ട്. പക്ഷെ ഹരിക്ക് ഒരക്ഷരം പറയാൻ പറ്റാതെ ഇടി കൊണ്ട് മൂക്കിന്നും വായെന്നൊക്കെ ബ്ലഡ് വന്ന് അവിടെ കട്ടിലിൻ്റെ അരികിൽ താഴെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കമല ഓടി ചെന്നിട്ട്, അയ്യോ എൻ്റെ മോനെ, ഇതേ മൂക്കിന്ന് എൻ്റെ മോൻ്റെ ചോര വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, ബാലചന്ദ്ര ഒന്ന് തെളിച്ച് പറയും എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ശിവേട്ട, ഇവൻ എൻ്റെ മോളോട് അനാവശ്യം പറഞ്ഞു, ഇവൻ്റെ കൂടെ കിടക്ക പങ്കിടാനായിട്ട് എൻ്റെ മോളെ ഇവൻ വിളിച്ചു, ഈ തെണ്ടി എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൊടുക്കുകയാണ് കാലുകൊണ്ട് ഒരു ചവിട്ട്. അപ്പം ശിവനും രാജീവനും അതിന് എതിർക്കുന്നില്ല കേട്ടോ. കാരണം അവൻ്റെ മോളോട് അപമര്യാദയായി പെരുമാറിയ ഒരാളോട് ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക എന്നാലോചിച്ചിട്ട് അവരൊന്നും പറയുന്നില്ല. ശിവന് ഇങ്ങനെ വല്ലാത്തൊരു നാണക്കേടും വിഷമൊക്കെ തോന്നുകയാണ്. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര മതി മതി, നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവനെ പറഞ്ഞ് ശരിയാക്കാം, ബാലചന്ദ്രൻ ഇനി അവനൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് രാജീവൻ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതേ സമയം ശിവൻ ചെന്നിട്ട് ഹരിയുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് അവനിങ്ങനെ എണീപ്പിച്ച് നിർത്തിയിട്ട് മുഖത്തിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടാ നാറി ഇങ്ങനെ കുടുംബത്തിക്ക് ചീത്തപ്പേരുണ്ടാക്കാൻ മാത്രമായിട്ട് ഇങ്ങനെ നടക്കുന്നത്? നിൻ്റെ എല്ലാ വക തോന്നിവാസങ്ങളും ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കുന്നുണ്ട്, നീ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞിട്ട് ശിവൻ വീണ്ടും തല്ലാണ്. അപ്പോൾ കമലൻ്റെ മോനെ തല്ലല്ലേ നിങ്ങളിങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുമ്പോൾ, നീയും അവിടെ നിൽക്കടി, നിൻ്റെ ഒരു പഠിപ്പിക്കൽ, നിൻ്റെ ഒരു മക്കൾ, നിൻ്റെ മോനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ടടി എന്നും പറഞ്ഞിട്ട് ബാലചന്ദ്രൻ്റെ അരിയത്തേക്കായിട്ട് ശിവനും പോകുകയാണ്. അപ്പോൾ ബാലചന്ദ്രനോട് ചെന്നിട്ട് ശിവൻ പറയുന്നുണ്ട്, ബാലചന്ദ്ര, ഞാൻ എങ്ങനെയാണ് ഇതിനെല്ലാത്തിനും നിന്നോട് മാപ്പ് ചോദിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്, നീ എന്നോട് ക്ഷമിക്കണം, ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി നിൻ്റെ മക്കളുടെ ഒരാളുടെയും ദേഹത്ത് അവൻ്റെ ഒരു നിഴൽ പോലും പതിക്കാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതിന് നിങ്ങളാരും വിഷമിക്കണം എന്നില്ല, അവൻ്റെ നിഴൽ പോയിട്ട് അവനെ തന്നെ ഈ ഭൂമിയിൽ ഇല്ലാതാക്കാനേ ഈ ബാലചന്ദ്രനെ അറിയാം, അതിന് നിങ്ങളുടെ ആരെയും ഔദാര്യം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ ഇറങ്ങിപ്പോവുകയാണ്. അപ്പം രാജീവൻ ഇങ്ങനെ തലക്ക് കൈ കൊടുത്ത് ഇങ്ങനെ നിന്നിട്ട് പറയാണ്, ഇതെന്താ ശിവേട്ട ഇവിടെ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതിനൊന്നും ഒരു അന്ത്യമില്ലേ? ഓരോ പ്രശ്നം കഴിയുമ്പോൾ ഓരോ പ്രശ്നം ഉണ്ടാകുന്നതല്ലാതെ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. ശിവേട്ടൻ എന്ത് ചെയ്യാനാണ് ഈ ഹരിയെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇവൻ ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുക?
അപ്പോൾ ശിവം രാജീവനോട് പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ടാൽ ഇവന് ശരിയാവില്ല രാജീവേ, അതിനൊരു വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അതാണ് ഇനി അവസാനത്തെ വഴി, അത് തന്നെ ഞാൻ ചെയ്തോളാം എന്ന് പറയാണ്. ബബിതയോട് ഹരി കാണിച്ച നെറികേടിനുള്ള ശിക്ഷ ബാലചന്ദ്രൻ നൽകിക്കഴിഞ്ഞു. ബബിത കാണിക്കുന്ന തെറ്റുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ബാലചന്ദ്രന്റെ പ്രതികരണം? ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റും ലൈക്കും ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി ഉടൻ വരുന്നതായിരിക്കും.